Hi everyone, എല്ലാവർക്കും നമസ്കാരം. This is Marietta. In this video, we are going to continue the discussion about verbs. നമുക്കറിയാം, in the previous videos, we have already seen what are verbs, why these are important in a sentence, അല്ലെങ്കിൽ why these are called as the heart of the sentences. അതേപോലെ what are the things a verb can express. These verbs are divided into two parts. You can find out these topics in the description box below. So let's continue the discussion about verbs. Before that, wish you all a blessed new year. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു നല്ല വർഷമാകട്ടെ ഈ 2021. നമുക്ക് സമയം കളയണ്ട. ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ഇൻ ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർബ്സ്. ആദ്യം തന്നെ പറയട്ടെ, ഈ ടൈപ്സ് ഓഫ് വേർബ്സിൻ്റെ എണ്ണം കണ്ടിട്ട് കൺഫ്യൂസ് ആവേണ്ട യാതൊരു കാര്യവുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർബ്സ്. ദേ ആർ action verbs, stative verbs, regular verbs, irregular verbs, transitive verbs, intransitive verbs, finite verbs, non-finite verbs, phrasal verbs, modal verbs, and linking verbs. Today in this video, we are gonna discuss the very first one, action verbs. Action verbs. ആക്ഷൻ വേർബ്സ് എന്താണെന്നുള്ളതിന് നമുക്ക് ചെറിയൊരു ധാരണയുണ്ട്. കാരണം ഒരു പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ വേർബ്സ് ആർ ഓൾസോ കോൾഡ് ആസ് ഡൈനാമിക് വേർബ്സ്. ഇനി അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. An action verb is a word that can express either physical or mental action. ഇനി ആരായിരിക്കാം ഈ ഒരു ആക്ഷൻ ചെയ്യുന്നത്? These actions might be done by a person, a thing, animal or by nature. അപ്പോൾ ഈ 4 കാറ്റഗറിയിൽ പെട്ട ആരെങ്കിലും ആയിരിക്കാം ഈ ഒരു ആക്ഷൻ ചെയ്യുന്നത്. Let's see some examples. First one, Ravi writes diary daily. അപ്പോൾ അവിടുത്തെ ആക്ഷൻ ചെയ്യുന്ന ആൾ രവി, ഒരു പേഴ്സൺ കാറ്റഗറിയിൽ പെട്ട ആളാണ്. എന്താണ് അവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത്? റൈറ്റ്സ്. സോ ആക്ഷൻ വേർബ് എന്ന് പറയുന്നത് അവിടുത്തെ റൈറ്റ്സ്. സെക്കൻഡ് വൺ, ഷീ ടോൾഡ് ദ ട്രൂത്ത്. ഷീ ടോൾഡ് ദ ട്രൂത്ത്. അവിടെ ആക്ഷൻ ചെയ്യുന്നത് അവിടുത്തെ സബ്ജക്റ്റ്, അതായത് ഷീ, അതും പേഴ്സണാണ്. എന്താണ് അവിടുത്തെ ആക്ഷൻ? ടോൾഡ്. അപ്പോൾ അവിടുത്തെ ആക്ഷൻ വെർബ് എന്ന് പറയുന്നത് ടോൾഡ്. തേർഡ് വൺ, ദ ഡോഗ് ബാക്ക്ഡ് കണ്ടിന്യൂസ്ലി. ദ ഡോഗ് ബാക്ക്ഡ് കണ്ടിന്യൂസ്ലി. അപ്പോൾ അവിടുത്തെ ആക്ഷൻ ചെയ്യുന്നത് ദ ഡോഗ്, അത് ഒരു ആനിമലാണ്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലാണ് അത് പെടുന്നത്. എന്താണ് അവിടുത്തെ ആക്ഷൻ? ബാക്ക്ഡ്. സോ അവിടുത്തെ ആക്ഷൻ വെർബ് ബാക്ക്ഡ്. ഫോർത്ത് വൺ, ദ സ്റ്റോം ഹിറ്റ് ദ സിറ്റി ബാഡ്ലി. അവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത് ഹിറ്റ്. ആരാണ് ആ ഒരു ആക്ഷൻ ചെയ്തത്? സ്റ്റോം. അത് നേച്ചർ കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പോൾ അവിടുത്തെ ആക്ഷൻ വെർബ് എന്ന് പറയുന്നത് ഹിറ്റ്. ഫിഫ്ത്ത് വൺ, ആപ്പിൾ ടേസ്റ്റ് ഗുഡ്. ദ ആപ്പിൾ, അത് ഒരു തിങ് ആണ്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലാണ് ആ സബ്ജക്റ്റ് പെടുന്നത്. ഇനി എന്താണ് അവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത്? ടേസ്റ്റ്സ്. അപ്പോൾ അതാണ് അവിടുത്തെ ആക്ഷൻ വേർബ്സ്. ഇതല്ലാതെ ധാരാളം ആക്ഷൻ വേർബ്സ് നമുക്കറിയാം. റൺ, ഡാൻസ്, ഡ്രോ, സ്പീക്ക്, കുക്ക്, അങ്ങനെ ധാരാളം ഫിസിക്കൽ ആക്ഷൻസ് നമുക്ക് പെട്ടെന്ന് വരും. പക്ഷേ മെൻ്റൽ ആക്ഷൻസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇമാജിൻ, തിങ്ക്, ഡ്രീം. മെൻ്റൽ ആക്ഷൻ വേർബ്സ് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ പ്ലീസ് ലീവ് ഇറ്റ് ഇൻ ദ കോമൻറ്റ് സെക്ഷൻ ബിലോ. ഇന്ന് നമ്മളിപ്പോൾ എന്താണ് ആക്ഷൻ വേർബ്സ് എന്നുള്ളത് കണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇനി കുറച്ചുകൂടി ആക്ഷൻ വേർബ്സിൻ്റെ എക്സാമ്പിൾസ്, അതേപോലെ അതിൻ്റെ ഒരു എക്സസൈസും ഈ വീഡിയോയുടെ ലാസ്റ്റിലായിട്ട് കാണുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ. ടേക്ക് കെയർ. ബൈ.